ഹലോ എവരിബഡി. ഇന്ന് നമ്മളുടെ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് ഇതിന്റെ പരിപാടിയെ ഞാൻ കാളൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. പുതിയ ജനറേഷൻ അല്ലേ, അപ്പോൾ കാളൻ ഉണ്ടാക്കാനും അവിയലുണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാം കൂടെ. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിൽ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് നല്ല പൊളിച്ച മോരാണ്, തൈരാണ്. അത് മിക്സിയിലോട്ട് അടിച്ചെടുത്തതാണ് നമ്മൾ. അപ്പോൾ അത് കട്ട ഉടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തതാണ്. പിന്നെ ഏത്തക്കയാണ് നമ്മൾ വെച്ചിട്ട് ഈ കാളൻ കുറുക്കുന്നത്. ചിലവർ ചേനയെല്ലാം ചേർക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് ഏത്തക്ക മുറുക്കിയായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് അല്പം കുരുമുളക് പൊടിയും, പിന്നെ വറുത്തിടാൻ വേണ്ടി നമുക്ക് കടുക്, പിന്നെ ഒരു വറ്റൽമുളക്, കരുവേപ്പിൻ്റെ ഇല, ഉലുവ. ഈ തേങ്ങയുടെ കൂടെ നമ്മൾ ഈ ജീരകം ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ഇതിനകത്ത് മോരിനകത്ത് കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് ഈ തേങ്ങ ജീരകം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ അല്പം ജീരകം ചേർക്കുന്നുണ്ട്. ഒരു ഏത്തക്കട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ചെറുതായിട്ട് കുറഞ്ഞ അളവിലാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം തൈരും കൂടെ ചേർത്തിട്ടാണ് ഇത് അരയ്ക്കുന്നത്. ബാക്കി തൈര് നമുക്ക് അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അരച്ചെടുത്തത് ഈ പാത്രത്തിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണ്ടേ? നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും പാടാതെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ടാവും. അതിലല്പം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് കലക്കി ഇതിലോട്ട് ചേർക്കാം. നമുക്ക് ഇത് ഞാനൊരു മൺചട്ടിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ കൽച്ചട്ടി അവൈലബിൾ അല്ലല്ലോ ബോംബെയിൽ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഏത്തക്ക അല്പം മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മോര് ഒഴിച്ചിട്ട് നമുക്കിതിനെ മിക്സ് ആക്കാം. സ്റ്റവ് കത്തിക്കട്ടെ ആദ്യം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മോര് ഒഴിച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് ശരിയാക്കാൻ. ഇതിൽ നമുക്കത് ഏത്തക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മോര് ഒഴിച്ചിട്ട് നല്ല തട വരുന്നവരെ ഇളക്കി കൊടുക്കണം. അല്പം ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഏത്തക്ക വേവിച്ചിരിക്കുന്നത്. അതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കഷ്ണത്തിൽ വെന്ത് പിടിച്ച് വരണം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. മോരെല്ലാം അതിന് പുളിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചാണ് ചേർക്കുന്നത്, കാരണം ഒരു ഏത്തക്ക ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും ജീരകം കൂടി അരച്ചിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരണം. അതുവരെ ഒരു വെള്ളം രൂപത്തിൽ വേണ്ട, അത് കുറുകി വന്നാൽ നമുക്കത് തീ ഓഫാക്കിയിട്ട് നമുക്കത് കടുക് വറുത്തിടാൻ പറ്റും. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് തനിയെ വീണ്ടും കുറുകുന്നതാണത്. മൺചട്ടി ആയതുകൊണ്ട് തനിയെ അത് കുറുകി വരും. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കടുക് വറുത്തിടാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് നമുക്ക് അല്പം കരുവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പച്ച കരുവേപ്പിൻ്റെ ഇലയാണ്. അത് നമുക്കൊന്ന് ഞെരടി ചേർത്ത് നല്ല മണം വരും ഇതിലേക്ക്. ഇനി നമുക്ക് അടുപ്പം കടുക് പൊട്ടിച്ചിടാം. കടുക് അതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട്.
വറ്റൽമുളകും അത് നല്ല കട്ടായി വന്നിട്ടുണ്ട്. കാളൻ എപ്പോഴും കട്ടയായിട്ടാണ് ഇരിക്കുക. കുറുകി നല്ല കട്ട രൂപത്തിലാണ് ഇരിക്കുക. സദ്യയ്ക്ക് വിളമ്പിയാണ് ഓണത്തിനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഓണം സ്പെഷ്യലാണ്. ഇത് അല്പം നേരം നമുക്കിതിലൊന്ന് അടച്ചു വയ്ക്കാം. കാരണം അത് ഒന്നും കൂടി കട്ടയായി വരും നമുക്ക്. കടുക് താളിച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സായി നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എപ്പോഴും കാളം ഒരു കറി പോലെയല്ല, നല്ല കട്ടയായിട്ട് ഇരിക്കുന്നതാണ്. ഇത് ഓണം സ്പെഷ്യലാണ്. സാധാരണ നാട്ടിലും സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ വരുവോള് പറയുന്നതാണ്. അമ്മൂടെ ഇതെന്തെങ്കിലും കൊടുക്കണം. അമ്മൂട്ടിയെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മൂട്ടിയെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇത്ര സിമ്പിൾ പരിപാടിയല്ലേ ഇത്? നല്ല സിമ്പിളാണ്. ഉണ്ടാക്കി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ച് നോക്കിയാൽ മതി. അടിപൊളി ഓണം സ്പെഷ്യൽ. യെസ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റും അതിൽ എഴുതി വെക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.